രൂപയും 10 രൂപയൊക്കെ ചീട്ടെടുത്ത് നമ്മൾ മരുന്ന് മേടിക്കാൻ ചെല്ലുന്നത്. അങ്ങനെ മരുന്ന് മേടിക്കാൻ ക്യൂ നിൽക്കുന്ന മനുഷ്യർ ഡോക്ടറെ കാണണമെങ്കിൽ എത്ര സമയം ക്യൂ നിൽക്കണം? അത് കഴിഞ്ഞ് ഈ ഡോക്ടർ കൊടുക്കുന്ന കുറിപ്പടി വിശ്വസിച്ചുകൊണ്ട് ആ കിട്ടുന്ന മരുന്ന് ഫാർമസിയുടെ മുമ്പിൽ വീണ്ടും കുറെ വലിയ ക്യൂ നിന്ന് കിട്ടുന്ന മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ ഈ മരുന്ന് കഴിച്ചാൽ നമ്മുടെ രോഗം മാറുമെന്നാണ്. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ് മലയാളികൾ. നമ്മളെ പോലുള്ള സകല മലയാളികളും കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചിട്ട് മയ്യത്താവാതിരിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ടും നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാരെ കൊണ്ട് കഴിഞ്ഞ കോവിഡ് കാലത്തും അതിനുശേഷവും കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിച്ച സർക്കാരിന്റെ പേരാ പിണറായി വിജയൻ സർക്കാർ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഓർക്കില്ല. പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്നത് എന്താണെന്നറിയോ? ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്തായിട്ടുള്ള കേരളം അമേരിക്കയെ കവച്ചു വയ്ക്കുകയെന്ന്. വിമാനത്തിൽ കയറി അമേരിക്ക കവയ്ക്കാൻ പോകുന്ന ആദ്യത്തെ ആളാണ് പിണറായി വിജയൻ. കവയ്ക്കാതിരിക്കുക ചെയ്യട്ടെ, പക്ഷെ പോകുന്നതിന്റെ തലേ ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 3 നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പേരുള്ള ഒരു വീട്ടമ്മ അതിനകത്ത് മരിച്ചത്. തല പൊട്ടി, ശ്വാസം മുട്ടി, ചോര ഒലിച്ച് അതിനകത്ത് പെടഞ്ഞു മരിക്കുമ്പോൾ 2 മന്ത്രിമാർ ചാനൽ ക്യാമറയുടെ മുമ്പിൽ പരസ്യം ചെയ്യുക സർക്കാർ 1ാം സ്ഥാനത്താണ്. ഈ തള്ളിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ വീട്ടമ്മ അതിനകത്ത് കിടന്ന് മരിച്ചത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർക്ക് പാമ്പ് കടിയേൽക്കുന്ന വാർഡിനകത്തുനിന്ന് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് 1ാം സ്ഥാനത്തെ ആരോഗ്യ വകുപ്പില്ല.